ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഇന്ന് നമ്മൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി 3ാമത്തെ യൂണിറ്റായ സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ അതിലെ പ്രലോഭനം എന്ന പാഠത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കവർ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഉണ്ണായി വാര്യരുടെ നടചരിതം ആട്ടക്കഥയെ പ്രമേയമാക്കിയിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള പ്രലോഭനം. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഉണ്ണായി വാര്യരുടെ പ്രലോഭനം. ഉണ്ണായി വാര്യർ രചിച്ച പ്രസിദ്ധമായ ആട്ടക്കഥയാണ് നളചരിതം. ഓക്കെ, ഉണ്ണായി വാര്യർ രചിച്ച പ്രസിദ്ധമായ ആട്ടക്കഥയാണ് നളചരിതം. മഹാഭാരതം വനപർവത്തിൽ 52 മുതൽ 72 വരെയുള്ള അധ്യായങ്ങളിലായിട്ടാണ് നളോപാഖ്യാനം ചിത്രീകരിച്ചിരിക്കുന്നത്. എവിടെയാണ്? മഹാഭാരതത്തിലെ വനപർവത്തിലെ 52 മുതൽ 79 വരെയുള്ള അധ്യായങ്ങളിലാണ് നളോപാഖ്യാനം ചിത്രീകരിച്ചിരിക്കുന്നത്. വനവാസ കാലത്ത് പാണ്ഡവർക്ക് ബൃഹദേശ്വരൻ എന്ന മുനി പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് നളചരിതം. ഓക്കെ, അപ്പം നമുക്ക് കഥാപാത്രങ്ങളെ നോക്കാം. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? കലി, പുഷ്കരൻ. പിന്നെ ആരൊക്കെയാണ് വരുന്നത്? കവിതയിലുടനീളം പറഞ്ഞു പോകുന്നത് നളൻ, ദമയന്തി. ഇതിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ആരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ? കലി, പുഷ്കരൻ, അല്ലേ? പക്ഷെ ഇത് ആരിലൂടെയാണ് കഥ പോകുന്നത്? നളനിലൂടെയും ദമയന്തിയിലൂടെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല പാഠഭാഗം, അല്ലേ? എന്താണ്? നളൻ ദമയന്തിയെ കല്യാണം കഴിച്ചതറിഞ്ഞ കലി ദ്വാപരനോടൊപ്പം അവരെ വേർപിരിച്ച് ദമയന്തിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് ഇവിടെ? കലിയാണ് നമ്മുടെ കവിതയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കലി ദമയന്തിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് സമീപിക്കുന്നത്? പുഷ്കരനെ. പുഷ്കരൻ ആരാണ്? നളന്റെ സഹോദരനാണ്. നളന്റെ സഹോദരനാണ് പുഷ്കരൻ. അപ്പൊ നമുക്കിനി കഥാപാത്ര നിരൂപണം. നമ്മുടെ പരീക്ഷയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് കഥാപാത്ര നിരൂപണം. 6 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതിൽ വരാവുന്ന 2 പേരിൽ ഒരാളാണ് കലി. അതായത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് കലിയെക്കുറിച്ചും പിന്നെ ആരെയാണ്? പുഷ്കരനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രമായ കലിയെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം. അപ്പൊ ആരാണ് കലി? തിന്മ നിറഞ്ഞ കഥാപാത്രമാണ് കലി. ഓക്കെ, ഓർത്ത് വെക്കണം. ഈ ഒരു പോർഷൻ പഠിക്കുന്നതിലോടുകൂടി, അതായത് നമ്മൾ കലിയെയും പുഷ്കരനെയും പഠിക്കുന്നതോട് കൂടിയിട്ട് പ്രലോഭനം എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പൊ തിന്മ നിറഞ്ഞ കഥാപാത്രമാണ് കലി. പിന്നെ ആരാണ് കലി? തിന്മ നിറഞ്ഞ കഥാപാത്രമാണ്. കഥകളിയിലെ കറുത്ത താടിവേഷക്കാരനാണ്. ഓക്കെ, നോട്ട് ചെയ്യണം പോയിന്റ്. തിന്മ നിറഞ്ഞ കഥാപാത്രമാണ്, കറുത്ത താടിവേഷക്കാരനാണ്. അതേപോലെ നളനെയും ദമയന്തിയെയും പിരിക്കാൻ വേണ്ടി ഭൂമിയിൽ ദ്വാപരനോടൊപ്പമാണ് എത്തുന്നത്. കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കഥാപാത്രം എതിലെയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ ആ പോർഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, പിന്നെ നളന്റെ സഹോദരനായ പുഷ്കരന് വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കുന്നു. ഓക്കെ, നമ്മുടെ പാഠത്തിന്റെ പേര് തന്നെ എന്താണ്? പ്രലോഭനം. ഓക്കെ, അതിനുവേണ്ടി കലി എന്താണ് ചെയ്യുന്നത്? പുഷ്കരന്റെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് തനിക്കൊന്നുമില്ല, ജ്യേഷ്ഠനാണ് സ്ഥാനം എന്നുള്ള പുഷ്കരന്റെ ആ ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് കലി പുഷ്കരന് വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കുന്നത്. കൂടെ നിന്നു കഴിഞ്ഞാൽ ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കലി പുഷ്കരനെ സമീപിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? അഹംഭാവമാണ് മനസ്സ് നിറയെ. ആരുടെ? കലിയുടെ. അഹംഭാവമാണ് കലിയുടെ മനസ്സിൽ നിറയെ. അതേപോലെ എന്താണ്? മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള കഴിവ് പുഷ്കരന് ഉണ്ട്. ഓക്കെ, മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് പുഷ്കരന്. ഓക്കെ, പിന്നെ എന്താണ്? ചൂത് കളിക്കാൻ. അതായത് പണ്ട് കാലത്തൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ചൂത് കളിക്കുമായിരുന്നു. അപ്പം നളനുമായിട്ട് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആരെ? കലി തന്നെ പണയവസ്തുവായി നിൽക്കാം എന്ന് ആരോട് പറയുന്നു? പുഷ്കരനോട് പറയുന്നു. പിന്നെ എന്താണ്? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വഞ്ചകനാണ് കലി. ഓക്കെ,
അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കലിയുടെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞിട്ട് പോയി. ഇത്രയും ഭാഗം പഠിക്കുന്നതിലൂടെ തന്നെ എന്താണ്, കലി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. ഇനി ഒരൊറ്റ ആളും കൂടിയേ ഉള്ളൂ നമ്മുടെ കൂടെ. ആരാണ്? പുഷ്കരൻ അല്ലെ? ആരാണെന്ന് പറഞ്ഞിരുന്നു? നളന്റെ സഹോദരനാണ് പുഷ്കരൻ. അപ്പൊ നിഷധ രാജ്യത്തെ നളന്റെ അനിയനാണ്. അതായത് നിഷധ രാജ്യത്തെ രാജാവായ നളന്റെ അനിയനാണ് ആര്? പുഷ്കരൻ. മറന്നു പോകരുത്, നളന്റെ സഹോദരനാണ് പുഷ്കരൻ. പിന്നെ എന്താണ്? അപകർഷതാബോധവും നളനോടുള്ള അസൂയയുമാണ് മനസ്സ് നിറയെ. ജ്യേഷ്ഠനാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോഴെന്താണ്? അതിൻ്റെതായ എല്ലാ അപകർഷതാബോധവും ആർക്കുണ്ട്? നമ്മുടെ പുഷ്കരനുണ്ട്. അപ്പൊ പുഷ്കരന്റെ മനസ്സിൽ എന്താണ്? തനിക്ക് രാജ്യമില്ല, തന്നെ സേവിക്കാൻ ആളുകളില്ല, പടയാളികളില്ല, ആരും തന്നെ ഇല്ല. എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ആ നിഷിദ്ധ രാജ്യത്തെ ജനങ്ങൾ ആരെയാണ് സമീപിക്കുന്നത്? നമ്മുടെ നളനെയാണ്. അപ്പൊ അത്തരത്തിലുള്ള അപകർഷതാബോധവും നളൻ ഇതെല്ലാം കിട്ടിയതിലുള്ള അസൂയയും എല്ലാം ഉള്ള ആളാണ് പുഷ്കരൻ. പിന്നെ എന്താണ്? കലിയുടെ സമീപനത്താൽ രാജ്യവും രാജ്യമോഹവും ധിക്കാരവും ആരുടെ മനസ്സിലേക്ക് വരുന്നു? പുഷ്കരന്റെ. ഇത്രയും നാളും തന്റെ മനസ്സിലുള്ള അസൂയയും അതേപോലെ തന്നെ എന്താണ് ഈ അപകർഷതാബോധവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കലി വന്ന് സമീപിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? കലിയുടെ സമീപനത്താൽ രാജ്യമോഹവും ധിക്കാരവും ആരുടെ മനസ്സിലേക്ക് വരുന്നു? പുഷ്കരന്റെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ കലിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാതെ നമ്മുടെ പുഷ്കരൻ കലിയെ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ എന്താണ്, വളരെ ലളിതമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 ചാപ്റ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിഷധ രാജ്യത്തെ രാജാവാണ് നളൻ. നളൻ ദമയന്തിയെ കല്യാണം കഴിച്ചിട്ട് അതിൽ അസൂയ നിറഞ്ഞ അല്ലെങ്കിൽ ദമയന്തിയെ സ്വന്തമാക്കാൻ വേണ്ടി കലി ഭൂമിയിലേക്ക് വരുന്നതും അതിനുവേണ്ടി നമ്മുടെ പുഷ്കരനെ കൂട്ടുപിടിക്കുന്നതും അതിനുവേണ്ടി പല വാഗ്ദാനങ്ങളും നൽകി പുഷ്കരനെ വിഡ്ഢിയാക്കുന്നതുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവരുടെ സ്വഭാവം അറിയാതെ ഒരാളെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെടുന്ന പുഷ്കരന്റെ അവസ്ഥയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. അത് 4 ദിവസം കൊണ്ട് ആടി തീർക്കാവുന്ന തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ നളൻ, ദമയന്തി, കലി, ദ്വാപരനാണ്. പിന്നെ എന്താണ്, നമ്മുടെ പ്രലോഭനം എന്ന് പറഞ്ഞ പാഠത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരൊക്കെയാണുള്ളത്? കലിയിലൂടെയും പുഷ്കരനിലൂടെയാണ് ആ ഭാഗം കടന്നു പോകുന്നത്. അതായത് 2ാം ദിവസത്തെ ഭാഗമാണ്. പിന്നെ എന്താണ്, ഇതിൽ നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കലി, പുഷ്കരൻ. അതായത് കലിയുടെ സ്വഭാവം എന്തൊക്കെയാണ്, പുഷ്കരന്റെ മനോബലമില്ലാത്ത സ്വഭാവം അല്ലെങ്കിൽ പുഷ്കരന്റെ ആ ഒരു മാനസികാവസ്ഥ എത്തരത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയിലും നമ്മൾ കാണുന്നതാണ്. അപ്പൊ കലിയെയും പുഷ്കരനെയും നമ്മൾ പഠിക്കുന്നതിലൂടെ പ്രലോഭനം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് പോർഷൻസും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ CC+ന്റെ കൂട്ടുകാരാണ് അല്ലേ? നമ്മുടെ CC+ മലയാള ഭാഷ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ട്യൂഷൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം.